വ്യാപന ശക്തിയുടെ ഗതി ഉപമയിലൂടെ മനസ്സിലാക്കാം. ഓരോ പദാർത്ഥങ്ങളും സ്പേസിനെ അപേക്ഷിച്ച് വ്യത്യസ്ത വ്യാപന നിലകളിലെ വിവിധ വ്യാപന ശക്തികളാണ്. അതിനാൽ ഒരു പദാർത്ഥത്തിൻ്റെ സ്പേസിനെ അപേക്ഷിച്ചുള്ള വ്യാപന ശക്തിയുടെ ഗതി ഒരു ഉപമയിലൂടെ എങ്ങനെ മനസ്സിലാക്കാമെന്ന് നോക്കാം. അതായത്, ഒരു വാഹനത്തെ പിന്തുടരുന്ന മറ്റൊരു വാഹനത്തിൻ്റെ ചലനഗതിയെ നിരീക്ഷിച്ചാണ് ഈ കാര്യം ഞാനിവിടെ പറയുന്നത്. ഇവിടെ നോക്കൂ, ഈ രണ്ട് വാഹനങ്ങൾ, മുമ്പിൽ ഒരു ബസ്സും അതിനു പിറകെ ഒരു കാറും നിൽക്കുന്നു. ഇവിടെ ബസ് സ്റ്റോപ്പിൽ നിർത്തിയത് കാരണം കാറിന് മുമ്പോട്ട് പോകാൻ കഴിയുന്നില്ല. ബസ്സിൻ്റെ പിറകിൽ ഒരല്പം പോലും സ്പേസിൻ്റെ സാന്നിധ്യം ഇല്ലാത്ത വിധം കാറ് അതിനോട് ചേർന്ന് നിൽക്കുകയാണ്. ഒന്നുകിൽ കാർ പിന്തിരിഞ്ഞ് വഴിമാറി മുമ്പോട്ടെടുക്കണം, അല്ലെങ്കിൽ ബസ് അതിൻ്റെ മുമ്പോട്ടുള്ള സഞ്ചാരം തുടരണം. അപ്പോൾ ഇവിടെ കാറിന് മുമ്പോട്ട് പോകാനുള്ള തടസ്സം ബസ്സാണ്. എന്നാൽ ബസ്സിനെ പിന്തുടർന്ന് പോവാം എന്ന നിലയ്ക്ക് കാർ അവിടെ തന്നെ നിൽക്കുന്നുമുണ്ട്. ഇനി ബസ് അതിൻ്റെ മുൻപോട്ടുള്ള പ്രയാണം തുടരുകയാണെന്ന് വിചാരിക്കുക. അതിന് പിറകെ കാറും. ഇപ്പോൾ നോക്കൂ, ബസ് മുൻപോട്ട് ചലിച്ചത് കൊണ്ടാണ് കാറിനും മുൻപോട്ട് ചലിക്കാനുള്ള ആ ഒരു സ്പേസിൻ്റെ സാന്നിധ്യം അവിടെ രൂപപ്പെട്ടത്. അതിനാൽ ബസ്സിൻ്റെ ചലന പിന്തുടർച്ചയിൽ സ്പേസിൻ്റെ സാന്നിധ്യം അനുക്രമമായി കിട്ടുന്നത് കൊണ്ടാണ് കാറിന് ബസ്സിൻ്റെ പിന്തുടർച്ചയിൽ തന്നെ മുമ്പോട്ട് ചലിക്കാനാവുന്നത്. ലളിതമായി പറഞ്ഞാൽ, ബസ്സിന് തടസ്സമില്ലാതെ മുമ്പോട്ട് പോകാനാവുന്നത് കൊണ്ടാണ് കാറിനും ബസ്സിനെ പിന്തുടർന്ന് തടസ്സമില്ലാതെ മുമ്പോട്ട് സഞ്ചരിക്കാനാവുന്നത്. എന്നാൽ ഇനി നോക്കൂ, ഇവിടെ കാറിനെ മുമ്പോട്ട് ചലിപ്പിക്കാൻ ബസ് കാറിൽ എന്തെങ്കിലും ബലം പ്രയോഗിക്കുന്നുണ്ടോ? ഇല്ല. ബസ് ഒരു ദിശയിലേക്ക് ചലിക്കുന്നു. അതിന് പിറകെ ആ ഒഴിഞ്ഞ അനുക്രമ പാതയിലൂടെ കാറും സ്വതന്ത്രമായി ചലിക്കുന്നു. അപ്പോൾ ഇവിടെ കാർ അതിൻ്റെ വ്യാപന ശക്തി മൂലമാണ് സ്വതന്ത്രമായി മുമ്പോട്ട് ചലിക്കുന്നത്. ഇപ്രകാരം ബസ്സും അതിൻ്റെ വ്യാപന ശക്തി മൂലമാണ് സ്വതന്ത്രമായി മുമ്പോട്ട് ചലിക്കുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ രണ്ട് വാഹനങ്ങളുടെയും വ്യാപന ശക്തി എന്ന് പറയുന്നത് അതിലെ ഇന്ധനത്തിൻ്റെ പ്രതിവ്യാപന ശക്തിയാണ്, അഥവാ ഇന്ധനം കത്തുമ്പോഴുണ്ടാവുന്ന ഊർജം. ഇപ്രകാരം രണ്ട് വാഹനങ്ങളും മുമ്പിലും ബാക്കിലുമായി തടസ്സമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു അവസ്ഥയിൽ ബസ് പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് നിന്നാൽ ആ കാറ് ബസ്സിൻ്റെ പിറകിൽ ചെന്ന് മുട്ടുന്നു. അപ്പോൾ ഇവിടെയും ബസ് ആ കാറിൽ ബലം പ്രയോഗിച്ചത് കൊണ്ടല്ല പിറകിൽ ചെന്ന് മുട്ടിയത്, മറിച്ച് ബസ്സിൻ്റെ ചലന പിന്തുടർച്ചയിലെ സ്വാധീന പരിധിയിലൂടെ തന്നെയാണ് ആ കാറും മുമ്പോട്ട് സഞ്ചരിക്കുന്നത്. അതിനാൽ ബസ്സിനെ കേന്ദ്രമാക്കി ചലിക്കുന്ന ആ കാറിൻ്റെ സഞ്ചാര ദിശയിൽ ബസ് പെട്ടെന്ന് തടസ്സമായി മാറിയതുകൊണ്ടാണ് ബസ്സിൻ്റെ പിറകിൽ കാർ ചെന്ന് മുട്ടുന്നത്. അപ്പോൾ ഇതാണ്, ചുറ്റുഭാഗത്ത് നിന്ന് ഒരു വാഹനം മറ്റൊരു വാഹനത്തിൻ്റെ സ്വാധീന പരിധിയിലെ പ്രതലത്തിൽ ചെന്ന് തട്ടുന്ന പോലെ ഒരു വസ്തു ഭൂമിയിലേക്ക് വീഴുമ്പോഴും ഇപ്രകാരമാണ് സംഭവിക്കുന്നത്. ഇവിടെ കാർ മുമ്പോട്ട് ചലിക്കുന്നതിന് കാരണം അതിലെ ഇന്ധനത്തിൻ്റെ പ്രതിവ്യാപന ശക്തിയാണെങ്കിൽ വസ്തു ഭൂമിയിലേക്ക് വീഴുന്നത് അതിൻ്റെ ഭാരം കാരണമാണെന്ന് മാത്രം. അപ്പോൾ ഒരു പദാർത്ഥത്തിൻ്റെ വീഴ്ചയുടെ ചലന ദിശയിൽ മറ്റ് തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ ആ ദിശയിലൂടെയുള്ള വസ്തുവിൻ്റെ ഭൂമിയിലേക്കുള്ള പതനമാണ് ഇവിടെ ഗ്രാവിറ്റിയായി സംഭവിക്കുന്നത്. പതനഗതിയിലെ വസ്തു ഭൂവൽക്ക ഭാഗത്ത് എത്തുന്നതോടെ അതിൻ്റെ സഞ്ചാര ദിശയിൽ ഭൂവൽക്ക പ്രതല സാന്നിധ്യം തടസ്സമായി മാറുന്നതിനാൽ ആ വസ്തുവിൻ്റെ ഭാരം ഭൂമിയുടെ പ്രതല വ്യാപനത്തെയും ഭാരക്കുറവ് അന്തരീക്ഷ വ്യാപനത്തെയും സ്വാധീനിക്കുന്ന അവസ്ഥയിൽ ആ വസ്തുവിനെ ഭൂവൽക്ക ഉപരിതല ഭാഗത്ത് തന്നെ തടഞ്ഞ് സന്തുലിതമാക്കി നിർത്തുന്നു. അപ്പോൾ ഇതാണ് ഒരു പദാർത്ഥത്തിൻ്റെ വ്യാപന ശക്തിയെയും പ്രതിവ്യാപന സ്വാധീനത്തെയും സന്തുലിതമാക്കി നിർത്തും വിധം ആ പദാർത്ഥ വസ്തുവിൻ്റെ പിണ്ഡ സ്വാധീനം അത് നിലനിൽക്കുന്ന അവസ്ഥയിലെ കേന്ദ്ര പദാർത്ഥത്തിൻ്റെ ഭാരക്കുറവിലെ സ്വാധീന പരിധിയിൽ ഭാരമായി അനുഭവപ്പെടുന്നത്. അതിനാൽ ഒരു പദാർത്ഥത്തിൽ അടങ്ങിയ ദ്രവ്യത്തിൻ്റെ അളവാണ് അതിൻ്റെ പിണ്ഡവും ഭാരവും എന്ന് പറയുന്നത്. ഇപ്രകാരം ഒരു പദാർത്ഥത്തിൻ്റെ വ്യാപന ശക്തി അതിലെ ഘടകങ്ങളെയും അത് നിലനിൽക്കുന്ന അവസ്ഥയിലെ കേന്ദ്ര പദാർത്ഥത്തിൻ്റെ ഭാരക്കുറവിലെ പ്രതിവ്യാപന സ്വാധീന പരിധിയെയും ഭൂവൽക്ക പ്രതലത്തെയും ആശ്രയിച്ചാകും അതിൻ്റെ വീഴ്ചയുടെ അനന്തരഫലവും ഉണ്ടാവുക.